നമ്മളിപ്പോ ഇന്നുള്ളത് ഗരുഡ ട്രക്സിലാണ്. അപ്പൊ ഇന്ന് മെയിൻ ആയിട്ട് എയ്ച്ചറിന്റെ കുറച്ച് വീഡിയോസ് ആണ് കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചേക്കണേ. അപ്പൊ എല്ലാവരും കാണാ. ചാലക്കുടി കോട്ടയിലാണ് ഈ സ്ഥലം. എല്ലാവരും കാണാ. ഗരുഡ ട്രക്സ് ചാലക്കുടി കോട്ട. ഇന്നിപ്പോ നമ്മള് ഗരുഡ ട്രക്സില് വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നത് ഐഷറിന്റെ സെഗ്മെന്റ് വണ്ടികളാണ്. ഐഷറിന്റെ ഒരു 8-9 വണ്ടിയോളം തന്നെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. കുറച്ച് നാളെ നമ്മൾ വീഡിയോസും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇപ്പോഴാണ് ഒന്ന് ഒഴിവ് കിട്ടിയത്. അപ്പൊ അത് കാരണം കൊണ്ട് ഈ ഐഷറിന്റെ ഫസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഷർ 1059 എന്ന് പറഞ്ഞ സീരീസ്. അത് 1059 സിംഗിൾ വീല് വണ്ടിയാ. 4 വീല് വണ്ടിയില് 14 അടി ഹൈടെക് ബോഡി വണ്ടി. ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാ. പിന്നെ ഇത് വണ്ടി മുകളിൽ പോയി കവറിങ് കാണിക്കുന്ന നോക്കണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഹൈടെക് ബോഡിയില് ഇതൊരു ഈവന്റ് മാനേജ്മെന്റുകാരുടെ വണ്ടിയായിരുന്നു. അപ്പൊ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് മുകളിൽ ഹൈടെക് ബോഡിയുടെ മുകളില് കവറിങ് ചെയ്തു എന്നുള്ളൂ. വണ്ടി RC ബുക്കില് ഹൈടെക് ബോഡിയാ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അല്ലാത്തവർക്ക് എന്ന് കഴിഞ്ഞാൽ അത് എടുത്തു കളഞ്ഞാലും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ പേപ്പർ ഭാഗങ്ങൾക്ക് സമയമുണ്ട്. വണ്ടി നല്ല വണ്ടിയാ. അതായത് 14 വണ്ടീനെ 2013 മോഡല് 14 രജിസ്ട്രേഷൻ. ആ സെഗ്മെന്റ് ആ ഒരു മോഡലിനെ അപേക്ഷിച്ചിട്ട് വണ്ടി നോക്കുമ്പോൾ നല്ല വണ്ടിയാ. ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് റേറ്റ് 6,50,000 രൂപ ചോദിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. പിന്നെ ഫിനാൻസ് വേണമെങ്കിൽ ഫിനാൻസ് അറേഞ്ച് ചെയ്ത് തരാം. ഇത് ഇന്നലെ പണി കഴിഞ്ഞ് കയറി വന്നിക്കണ വണ്ടിയാ. ഐഷറിന്റെ 1095 2019 മോഡൽ വണ്ടിയാ. ഈ 2019 മോഡൽ വണ്ടി K-Lite രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർ വണ്ടിയാ. അതായത് ഒരു സോപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ വണ്ടിയായിരുന്നു. ഇത് സിംഗിൾ ഓണറാ. കമ്പനിയുടെ പേരിൽ തന്നെ വണ്ടി എടുക്കണേ. തൃശ്ശൂർ രജിസ്ട്രേഷനിൽ. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈടെക് ബോഡിയാ. 14 അടി വണ്ടിയിൽ ഹൈടെക് ബോഡി. അത് വളരെ റയറാ വണ്ടി കിട്ടാനായിട്ട്. ഒക്കെ ലോടെക് ബോഡികളായിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. ഇത് ഹൈടെക് ബോഡി, 14 അടി നീട്ടം, പേപ്പർ ഭാഗങ്ങൾക്ക് സമയമുണ്ട്. 1,60,000 കിലോമീറ്ററാണ് വണ്ടി ഓടിക്കണേ. നല്ല ക്വാളിറ്റി വണ്ടി. ഇതാകുമ്പോ നമുക്ക് 12,50,000 രൂപ. കാരണം ഇത് ആർക്കും ഇല്ലാത്ത വണ്ടിയാ BS4. പിന്നെ ഈ സെഗ്മെന്റ് പറയുന്നത് ഇതും സിംഗിൾ ഓണർ വണ്ടി തന്നെ. 2021 മോഡലാ. 2021 മോഡലില് ഐഷർ 2080 എന്ന് പറഞ്ഞ സെഗ്മെന്റാ. അതായത് ഇതിന് മറ്റേ 1095 വിട്ട് ടണ്ണേജ് കുറയും. ഒരു 5.5-5.25 ടൺ അതിന് പാസിംഗ് ഉണ്ടാവുള്ളൂ. 2021 മോഡൽ വണ്ടി. പക്ഷെ ഈ വെയിറ്റ്ലെസ് ഓട്ടോ ഓടുന്നവർക്കൊക്കെ പറ്റിയ വണ്ടിയാ. 14 അടി നീട്ടുണ്ട്, 3 സൈഡ് തുറക്കാം. പിന്നെ സിംഗിൾ ഓണർ വണ്ടിയാ. BS6 വണ്ടി വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇതിന് 11,50,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. ലോൺ വേണ്ട പാർട്ടിക്ക് എന്റെ ഫുൾ എമൗണ്ട് ലോണും കയറും വണ്ടിന്. വണ്ടി നല്ല വണ്ടിയാ, ക്വാളിറ്റി വണ്ടിയാ. വാറന്റി പീരീഡും കാര്യങ്ങളും വാറന്റി കാര്യങ്ങളൊക്കെ ഉള്ളതാ. ഇനിയിപ്പോ അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐഷർ നമ്മൾ നേരത്തെ കാണിച്ചെന്ന വണ്ടിയിൽ തന്നെ 1095 ഐഷർ 2019 സെയിം മോഡൽ വണ്ടി ആയിരുന്നു. പക്ഷെ ഇത് ലോടെക് ബോഡിയാ. മറ്റേത് ഹൈടെക് ബോഡി ആയിരുന്നു. ഇത് ലോടെക് ബോഡി. അതായത് പ്ലാറ്റ്ഫോം സീറ്റ് അടിച്ചിട്ടുണ്ട്, 3 സൈഡ് തുറക്കാം. പിന്നെ ഇൻഷുറൻസ് നമ്മൾ പുതിയത് എടുത്തു കൊടുക്കും. ടെസ്റ്റിന് അടുത്ത കൊല്ലം 2025 ലാസ്റ്റ് വരെ സമയമുണ്ട്. ഫ്രണ്ട് 2 ടയർ പുതിയത് മേടിച്ചിട്ടുണ്ട്. ഇത് 1,20,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിക്കണേ. ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാ. ഇതാവുമ്പോഴും 12,50,000 രൂപ. ഇത് 3 സൈഡ് തുറക്കാൻ പറ്റുന്ന ബോഡിയാ. ഇനി അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞാലേ ഇത് വണ്ടി നമുക്കൊരു ബോസ് ലൈലന്റ് ബോസ് ഉണ്ടായി. അത് വെച്ചിട്ട് എക്സ്ചേഞ്ചിൽ വന്നിക്കണ വണ്ടിയാ. 2005 മോഡലുള്ള വണ്ടി. പക്ഷെ ഇത് സിംഗിൾ ഓണറിൽ വണ്ടി ഇപ്പോഴും 18 കൊല്ലം 8 മാസമായിട്ട് ഇതൊരു ഒറ്റ പാർട്ടിയുടെ പേരിൽ നിൽക്കണ വണ്ടിയാ. 2005 മോഡൽ. ഇത് ഐഷർ 1090 എന്ന് പറഞ്ഞ സെഗ്മെന്റാ. പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല, എയർ ബ്രേക്കും ഉണ്ടാവില്ല. വണ്ടി നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെയാ. നമുക്ക് 3 സൈഡ് തുറക്കാൻ പറ്റും. പ്ലാറ്റ്ഫോം സീറ്റ് ഉണ്ട്. അതേമാതിരി തന്നെ ടയറുകൾ കാര്യങ്ങളൊക്കെ പുതിയതുണ്ട്. പേപ്പർ ഭാഗങ്ങൾക്കും സമയമുണ്ട്. അതായത് ടെസ്റ്റ് സമയമുണ്ട്, ഇൻഷുറൻസിനും സമയമുണ്ട്. വണ്ടി നല്ല വണ്ടിയാ. ഇത് നമുക്ക് ഈ ചെറിയ എമൗണ്ടിന്റെ വണ്ടി അന്വേഷിച്ച് നടക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാ. അതാവുമ്പോ നമുക്കൊരു 2.5 ലക്ഷം രൂപ ചോദിക്കുന്നു വണ്ടിക്ക്. എന്തെങ്കിലും നമുക്കൊരു ആവശ്യക്കാരനായിട്ട് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസങ്ങൾ ചെയ്തു കൊടുക്കാം. ഇനി അടുത്താണ് നമ്മുടെ മെയിൻ ഐഷറിന്റെ വണ്ടി നമ്മൾ കാണിക്കാൻ പോണ. ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐഷർ 3019. ഐഷർ 3019 2021 മോഡൽ വണ്ടിയാ. 2021 മോഡൽ വണ്ടി സിംഗിൾ ഓണർ. പിന്നെ ടണ്ണേജ് 12,600 ഇതിന് വണ്ടിക്ക് പാസിംഗ് ഉണ്ട്. 12 ടൺ 600 പാസിംഗ് ഉണ്ട്. ഇത് 20 അടി നീട്ടാ.
20 അടി നീട്ടത്തില് പ്ലാറ്റ്ഫോം കാര്യങ്ങൾ കംപ്ലീറ്റ് മൾട്ടിവുഡ് കാര്യങ്ങൾ കംപ്ലീറ്റ് അടിച്ചിട്ടുണ്ട്. 1,24,000 കിലോമീറ്ററാണ് വണ്ടി ഓടിക്കണേ. ഈ 1,24,000 കിലോമീറ്റർ ഓടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിത് പാർട്ടി EMI കുടിശ്ശിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നിട്ട് നമ്മൾ ബാങ്ക് ഡീലിങ്ങിന്റെ സെറ്റിൽമെന്റിൽ നമ്മൾ എടുത്ത വണ്ടിയാ. അപ്പോ ഈ ബാങ്ക് സെറ്റിൽമെന്റ് ഡീലിംഗിൽ എടുക്കാന്ന് പറയുമ്പോഴേ ഈ വണ്ടി അടയ്ക്കാൻ പറ്റാണ്ട് കൊടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ടയർ കിട്ടാവുന്നതൊക്കെ ഊരും, കിട്ടാവുന്ന പാർട്ടി ജാക്കി ഊരും, ലിവർ ഊരും, കിട്ടാവുന്ന സാധനങ്ങളൊക്കെ ഊരും വണ്ടിയിൽ നിന്ന്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദോഷം. അപ്പോ നമ്മുടെ വണ്ടി വന്നതിന് ശേഷം വണ്ടിക്ക് കമ്പനി ഹിസ്റ്ററി, കമ്പനി സർവീസ് എല്ലാം കൊണ്ടും നല്ല ക്വാളിറ്റി വണ്ടിയാ. വണ്ടി ഇപ്പൊ നമ്മൾ രണ്ടാമത് പെട്ടി കാര്യങ്ങൾ കംപ്ലീറ്റ് പണത് പ്ലാറ്റ്ഫോമിൽ ഫുള്ള് മൾട്ടിവുഡ് അടിച്ച് ടയർ 2 പുത്തൻ ടയർ ഇട്ടുണ്ട്. ഇത് നമുക്ക് ടയർ സൈസ് വരുന്നത് 1020 ടയർ വരുന്നത്. 2 ടയർ പുത്തൻ മേടിച്ചിട്ടുണ്ട്, 4 ഫസ്റ്റ് റിസോൾവ് ചെയ്തിട്ടുണ്ട്, 4 ടയറും. അപ്പൊ ടയർ ഭാഗങ്ങൾ കംപ്ലീറ്റ് ഓക്കെയാ. പിന്നെ വണ്ടിയുടെ പേപ്പർ ഭാഗം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ്, ടാക്സ്, ടെസ്റ്റ് എല്ലാതും പുത്തൻ പേപ്പർ നമ്മൾ എടുത്തു തരും. എല്ലാ പേപ്പറും പുതിയതാ. ഇന്ത്യയിലൊക്കെ പുതിയ വണ്ടിയാണ്. അതായത് ആ ഒരു ഓടി അവിഞ്ഞിട്ടില്ലേ വണ്ടി, അത്രയും നല്ല ക്വാളിറ്റി വണ്ടിയാ. അപ്പൊ വണ്ടിയുടെ കുറവുകൾ എന്ന് പറഞ്ഞതായിരുന്നു, വണ്ടിക്ക് ടയർ ഉണ്ടായിരുന്നില്ല, പേപ്പർ ഭാഗം ഉണ്ടായിരുന്നില്ല, അതേമാതിരി ബോഡിക്ക് പെയിന്റിങ് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പ്ലാറ്റ്ഫോമിൽ മൾട്ടിവുഡ് അടിച്ചിരുന്ന 2-3 മൾട്ടിവുഡുകൾ പറഞ്ഞു പോയിണ്ടായി. അപ്പൊ നമ്മൾ മൾട്ടിവുഡുകൾ കംപ്ലീറ്റ് മാറ്റി അടിച്ചു. ടയർ കുറവുള്ള പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ടയർ പുതിയതിട്ട് പരിഹരിച്ചു. പേപ്പർ ഭാഗം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ്, ടാക്സ്, ടെസ്റ്റ് എല്ലാതും പുതിയത് എടുത്തു. അപ്പൊ വണ്ടി ഇപ്പൊ 100-100 വണ്ടിയാ. ഈ വണ്ടി നമുക്ക് 18,50,000 രൂപ ചോദിക്കുന്ന 2021 മോഡൽ വണ്ടി. ഇൻഷുറൻസ് IDV നമുക്ക് ഇതുമ്മ ഒരു 20, ഇതിലും മുമ്പത്തെ ഇൻഷുറൻസ് 23 ലക്ഷമായിരുന്നു വണ്ടി നമുക്ക് ഇടുന്നായിരുന്നു ഇൻഷുറൻസ്. അതിപ്പോ നമുക്ക് ഒരു 20 ലക്ഷം 21 ലക്ഷം നമുക്ക് വേണമെങ്കിൽ ഇട്ട് IDV ഇട്ട് എടുത്തു തരാം വേണ്ട പാർട്ടിക്ക്. ലോൺ മാക്സിമം ലോൺ കയറും. നല്ല വണ്ടിയാ, ക്വാളിറ്റി വണ്ടിയാ, 7 സ്പീഡ് വണ്ടി. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക, കോണ്ടാക്ട് ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യും.